നമസ്കാരം. ഞാൻ ഡോക്ടർ രാജാറാം റാംസ് പ്രണയോഗ ഫൗണ്ടറും ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനറാണ്. 38 വർഷത്തിലധികമായിട്ട് ട്രഡീഷണൽ യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് എനിക്ക് നൽകാനുള്ളത്. നമ്മള് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോ. സെലക്റ്റീവ് ആവേണ്ട ഒരു സമയം. നമ്മള് പല ഭക്ഷണങ്ങളും നമ്മള് ഒരു നിയന്ത്രണം ഇല്ലാണ്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നൈറ്റ് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അപകടകരമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കണം. ഭക്ഷണമാണ് നമ്മുടെ ഏറ്റവും ആരോഗ്യത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയും. അപ്പൊ ഭക്ഷണം നമ്മൾ ക്രമീകരിക്കണം, സെലക്റ്റീവ് ആവണം. അപ്പൊ എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളും പറ്റില്ല. അപ്പൊ അതിന് നമ്മള് ഒരു എന്താ പറയാ സ്ക്രീനിങ് നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് പഴം പച്ചക്കറികൾക്ക് എല്ലാവർക്കും യോജിക്കും. അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മാനസികമായിട്ട് നല്ലതാണെന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ടേസ്റ്റിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ മിതമായിട്ടുള്ള ഭക്ഷണം, ശരിയായിട്ടുള്ള ഭക്ഷണം, അപ്പൊ അത് പ്രോപ്പറായിട്ട് ദഹിച്ച് ദഹനരസമായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വ്യായാമങ്ങളും കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഇന്ന് കാലത്ത് വ്യായാമങ്ങൾ വളരെ കുറവാണ്, കായിക അധ്വാനം വളരെ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി യോഗ പ്രാക്ടീസ് ആണ് നല്ലത്. അപ്പൊ നമുക്ക് സേഫ് മോഡിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു യോഗയാണ് റാംസ് പ്രാണായാമം. അപ്പൊ ഇതിൽ കൂടുതൽ കാര്യങ്ങള് ഭക്ഷണത്തിനും അതുപോലെ നമ്മള് യോഗ വ്യായാമത്തിനും അതുപോലെ ഉറക്കത്തിനും കൊടുക്കുന്നുണ്ട്. ഉറക്കം നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ ആരോഗ്യത്തില് വളരെയധികം ബാധിക്കണ ഒരു കാര്യമാണ്. ഉറക്കമില്ലായ്മ പല ആൾക്കാർക്കും ഒരു അസുഖമായിട്ട് മാറുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉറക്കത്തിന് വളരെ പ്രാധാന്യം. ആ ഇരുട്ടത്ത് കിടന്നിട്ടുള്ള ഉറക്കാണ് വളരെ പ്രാധാന്യം അറിയുന്നത്. ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ ഹോർമോണുകൾ ഉണ്ടാവുക. നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത് ആ സമയത്താണ്, ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോഴാണ്. അപ്പൊ അതും നമ്മള് അർദ്ധരാത്രി 2 യാമങ്ങളായിട്ട് കിടന്നുറങ്ങണം. നമ്മള് പകല് മാത്രം കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. നമ്മള് അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ രാത്രി 12 മണിക്ക് മുമ്പ് 3 മണിക്കൂറും 12 മണിക്ക് ശേഷം 3 മണിക്കൂർ, അങ്ങനെ 2 യാമങ്ങള് 3 3 6 മണിക്കൂർ മിനിമം. നമുക്ക് സാധാരണ ഉറക്കം വേണ്ടത് 8 മണിക്കൂറാണ്. അപ്പൊ അതിന് ഇപ്പൊ പലർക്കും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാം പറ്റിക്കണത് നമ്മളാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. നമ്മുടെ മനസ്സാണ് എല്ലാത്തിന്റെയും മൂലബിന്ദു. അപ്പൊ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്താനായിട്ടാണ് മെഡിറ്റേഷൻ, ധ്യാനം എന്നൊക്കെ പറഞ്ഞത്. വേറെ ഒന്നല്ല, നമ്മളൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധ നമുക്ക് ഒരേ ലൈനിലേക്ക് കൊണ്ടുവരിക. വേറെ കുറെ ശ്രദ്ധകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ മാറ്റി 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 ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക: ഭക്ഷണം, വ്യായാമം, ഉറക്കം. അപ്പൊ നമുക്ക് ഔഷധം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ തന്നെയുണ്ട് നമുക്ക് ഔഷധം. അപ്പൊ ആ തെരഞ്ഞെടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഒരു ഔഷധമായിട്ട് മാറും. പിന്നെ മെയിനായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് കണ്ടിന്യൂ എല്ലാം കറക്റ്റ് ആയത്. ഹാപ്പിനെസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ തേടി വരും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് റാംസ് പ്രാണായാമത്തിലെ 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് അനിലോമ വിലോമ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുക. 2 മൂക്കിവിടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്ക് അടച്ചു പിടിക്കുക. 1 സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 2 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 3 4 5 6
7, 8, 8, 7, 6, 5, 4, 3, 2, 1. റെസ്റ്റ്. രണ്ട് മുകളിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, 2 പതുക്കെ പുറത്തേക്ക് വിടുക. 3 ഉള്ളിലേക്ക് എടുക്കുക. 4 പതുക്കെ പുറത്തേക്ക് വിടുക. 5, 6, 7, 8. ഇനി നമുക്ക് ആ നെക്ക് റൊട്ടേഷനും കൂടി ചെയ്താൽ നല്ലതാ. എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, പതുക്കെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 8. സൈഡിൽ കൂടെ മുന്നിലേക്ക് നോക്കണം. ശരീരം അനങ്ങാണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ചെവി ഷോൾഡർ മുടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. താടി കഴുത്തിൽ മുടിയിട്ട് പകുതി റൗണ്ട് ചെയ്യുക. 1, തിരിച്ചും 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തല മില്ല് മുടിയിട്ട് പകുതി റൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഫുള്ള് റൗണ്ട്. 1, ശ്വാസം എടുക്കുക, വിടുക. 2, ശ്വാസം വിടുക. 3, ശ്വാസം വിടുക. 4, ശ്വാസം വിടുക. 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ചും റൗണ്ട് ചെയ്യണം. 1, ശ്വാസം വിടുക. 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇത് ചെയ്യുമ്പോ കണ്ണ് തുറന്ന് പിടിക്കണ. ഇനി നമുക്ക് കുറച്ച് ലൂസിനിങ് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാല് കുറച്ചും കൂടി ഇതാവുള്ളൂ. അപ്പൊ നിവർന്നിരിക്കുക. നമ്മൾ കൈ നിർത്തി പിടിക്കുക. കൈന്റെ വേരില് മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈപ്പത്തി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. തള്ളവിരലുമ്പോ 4 പേരിൽ ഇങ്ങനെ മടക്കി പിടിക്കുക. റെസ്റ്റ് തിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ പുറത്ത് വിടുക. 1, 2, പുറത്ത് വിടുക. 3, 4, 5, 6, 7, 8. കൈ മടക്കി പിടിക്കുക. ഇങ്ങനെ റൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ കാലിന്റെ മുട്ടുമായിരിക്കുക. ഷോൾഡർ പറഞ്ഞിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ മുകളിലേക്ക് എറിയുക. 1, 2, 3, 4, 5, 6, 7, 8. പിന്നിലേക്ക് തിരിയുക. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഈ 6 ആണ്. കൈ ഇങ്ങനെ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. റെസ്റ്റ്. കാലം നിർത്തി. ഇനി നമ്മൾ കാല് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഓരോ വിരല് ഇങ്ങനെ മടക്കുക. ഓരോ വിരല് പിടിച്ചമർത്തുക. കാലിന്റെ പാദത്തിന്റെ അടിയിൽ അമർത്തുക. കുത്തുക. തള്ളവിരലോട് ഇങ്ങനെ കുത്തുക. ഉപ്പിറ്റീരാടെ കാലിന്റെ പാദം കംപ്ലീറ്റ്. നമ്മുടെ കാലിന്റെ ഉള്ളനടിയില് നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ നാടികളുടെയും മൂലസ്ഥാനം മെയിനായിട്ട് കാലിന്റെ അടിയിലും കൈപ്പത്തിയുടെ അടിയിലും. അപ്പൊ കാലിന്റെ അവിടെ നിന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും.
ഞാൻ നടുവില് കുഴിയുള്ള ഭാഗത്ത് പിടിച്ചമർത്തി റൗണ്ട് ചെയ്യുക, ക്ലോക്ക് വൈസ് റൗണ്ട് ചെയ്യുക. നീ ഒന്നുകൂടി സൈഡ്, കാലിന്റെ സൈഡ് കാലിൽ നിർത്തിയില്ല. ഇനി ഇതേപോലെ കാലത്തെ കാലം മടക്കിയില്ല. ഓരോ വിരല് പിടിച്ചമർത്തും, ഓരോ വിരല് പിടിച്ചമർത്തും. ഈ കാലിന്റെ ഉള്ളിൽ അടിയിൽ അടിഭാഗത്ത് ഉപ്പറ്റിയുടെ അവിടെ എല്ലാ ഭാഗത്തും പതുക്കെ പതുക്കെ അമർത്തുക. അപ്പൊ എല്ലാ നാടികളിലെയും ഒരു ഉത്തേജനം ഇവിടെ നടക്കും. ആ കുഴി ഭാഗത്ത് അമർത്തി പിടിച്ച് റൗണ്ട് ചെയ്യും. ഒന്നുകൂടി എല്ലാ ഭാഗത്തും അമർത്തുക. സൈഡിലും ഈ കൈപ്പോ കാലിന്റെ പാദത്തിന്റെ സൈഡില് എല്ലാം. ഇപ്പൊ നമ്മള് കറക്റ്റ് ഒന്ന് വാമിങ് ആയി. പിന്നെ നമുക്കൊരു വജ്രാസനം കൂടി ചെയ്യുക. കാലിങ്ങനെ മടക്കി വയ്ക്കുക, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നെറ്റി നിലത്ത് മുടിക്കണം. 1 കുറച്ച് നേരം 2 ശ്വാസം എടുത്ത് നിറഞ്ഞിരിക്കും. 3 4 കണ്ണ് തുറക്കണ്ട. 5 6 7 8 മതി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. കാല് കുറച്ചകത്തേക്ക്, കൈ ഇങ്ങനെ പിടിക്കുക. അഗ്നിസാരക്രിയ എന്ന് പറയും, അല്ലെങ്കിൽ സിംഹക്രിയ. നാവ് പുറത്തേക്ക് മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കണം. നാവ് മാക്സിമം മുകളിലേക്ക് അടിയിലേക്ക് നീട്ടി പിടിക്കണം. നമ്മുടെ ബ്രെയിനിന്റെ ശക്തിക്ക് ഇതിനൊക്കെ നല്ലതാണ്. ഇതെങ്ങനെ കൂടുതൽ നടക്കാൻ ഇതിട്ട് നല്ലതാണ്. നാവ് നല്ലോണം പുറത്തേക്ക് നീട്ടുക. കണ്ണടയ്ക്കുക. നമ്മുടെ വയറും അത്ര ഉള്ളിലേക്ക് പോവുക, മുകളിലേക്ക് വരിക. വയറ് കിടന്ന് അടിക്കണം. ഒന്നുകൂടി. കണ്ണടയ്ക്കുക. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട അന്നത്തെ ദിവസം. കണ്ണടച്ചിരിക്കുക. ഒരു വട്ടം നാവ് പുറത്തേക്ക് ഇടുക, മുകളിലേക്ക് നോക്കുക. അതെ, കണ്ണടച്ചിരിക്കുക. ഒന്ന് ശ്വാസം എടുക്കുക. 1 2 പതുക്കെ ശ്വാസം എടുക്കുക. 3 ശ്വാസം എടുക്കുക. 4 ശ്വാസം എടുക്കുക. കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. മതി. സൈഡിലേക്ക് ഇരിക്കുക, കാലിൽ നിർത്തിയിരിക്കുക. അപ്പൊ അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ള. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിൽ 80% വെള്ളം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ കുറവ് വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം. നമ്മുടെ ശരീരം എപ്പോഴും pH നോർമലായിട്ട് ഇരിക്കണം. അപ്പൊ അസിഡിക് ആയിട്ടുള്ള ഇതുകൾ പോകണം. അപ്പൊ അസിഡിക് പോണെങ്കിൽ അമ്ലഗുണം പോയി ക്ഷാരഗുണത്തിലേക്ക് നമ്മുടെ ശരീരം വരണം. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളം വളരെ അത്യാവശ്യം. അപ്പൊ നമ്മൾ ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം സ്ഥിരമായിട്ട് കുടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൂ. ആ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ബെറ്റർ ആയിട്ടിരിക്കും. നമുക്ക് അസുഖങ്ങൾ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സൺഗ്ലേസിങ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് നമുക്കൊരു 6:30-7 മണി വരെ സൂര്യനെ നോക്കി, കണ്ണ് തുറന്ന് സൂര്യനെ നോക്കി ചെയ്യണം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രാടകം, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണിൻ്റെതായിട്ടുള്ള വ്യായാമം നിലയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് നോക്കി അറിയാൻ പറ്റും. അപ്പൊ ആ കണ്ണിന്റെ വ്യായാമം കൂടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.